അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഈ അൽത്താരയിൽ ഈ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് പുഷ്പവല്ലി. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. എനിക്ക് ഈ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും പ്രാർത്ഥനയൊക്കെ കേട്ട് എനിക്ക് ഈ ഈശോയിലേക്ക് എൻ്റെ അസുഖങ്ങൾ മാറ്റാനായി വരണമെന്ന് തോന്നി. അങ്ങനെ എൻ്റെ കാലിൻ്റെ മുട്ടിന് തേയ്മാനം കൊണ്ട് 6 വർഷമായി എനിക്ക് നടക്കാനോ ഒന്നും അധികം പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അന്നേ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അത് നിവർത്തിയില്ല, ഞാൻ അത് നടന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും കാലിരിക്കാനോ എഴുന്നേൽക്കാനോ ഒക്കെ വയ്യാതെ വന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ എനിക്ക് ഇച്ചിരി ഉപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ട്രെയിനിൽ വെച്ച് കിട്ടിയതാണ്. അത് ആ കൊച്ചു തന്ന് അതെടുത്ത് ഞാൻ ഉപയോഗിച്ച് അപ്പോൾ എനിക്ക് ചെറിയ മാറ്റം ഉണ്ടായി തുടങ്ങി. അങ്ങനെ ഞാൻ കാലിലിട്ടിരുന്ന ക്യാപ്പും എല്ലാം ഊരിക്കളഞ്ഞ് ഞാൻ അമ്മ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് ആ കാല് പിന്നെ അന്ന് ഊരിയതാണ്, ഞാൻ ഇന്ന് ഇതുവരെയും ഇട്ടിട്ടില്ല. ഞാൻ വന്നത് നവംബർ 6-ാം തീയതിയായിരുന്നു 2025. അതിനുശേഷം എൻ്റെ ആ കാലിൻ്റെ അസുഖം മാറിക്കിട്ടി. പിന്നെ എനിക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. 17 വർഷം കൊണ്ട് ഞാൻ ഗുളിക കഴിക്കുകയായിരുന്നു. എന്നിട്ട് കുറവില്ല. കൂടെ ചെക്ക് ചെയ്യുമ്പം കുറവുണ്ട്, പിന്നീട് ചെല്ലുമ്പോൾ കൂടുതലായിട്ട് വരുന്നു എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ട് തൊണ്ടയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ തൊണ്ടയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുകയും എനിക്കത് മാറിയതായി തോന്നി. അപ്പം വീണ്ടും ഗുളിക കഴിക്കാതിരുന്നാൽ എങ്ങനെയാ തോന്നി. ഞാൻ 2 ദിവസം ഗുളിക കഴിച്ചപ്പോൾ എനിക്കപ്പോൾ തൊണ്ടയ്ക്ക് കൂടുതലായിട്ട് അസുഖം തോന്നി. കാരണം ഞാൻ അതങ്ങ് നിർത്തി. 1 മാസം ആയപ്പം എനിക്ക് പിന്നെ 1 മാസം വരെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അസുഖം മാറി. അങ്ങനെ ഞാനിപ്പം ഗുളിക കഴിക്കുന്നില്ല. പിന്നെ ആണെങ്കിൽ എനിക്ക് കാലിൻ്റെ പാദം ഒരു പൊട്ടലുണ്ടായിരുന്നു, ചരിഞ്ഞ് വീണ്. അങ്ങനെ പിന്നെ പ്ലാസ്റ്റർ ഇട്ടിരുന്ന സമയത്ത് എൻ്റെ മോൾക്ക് സുഖമില്ലാതെ വന്ന് മോളെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. പിന്നെ വെൻറ്റിലേറ്ററിൽ കിടക്കുക. അപ്പം 11 ദിവസമേ ആയുള്ളായിരുന്നു എൻ്റെ കാലിൽ ഇത് വന്നിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട്. ഞാൻ അവിടെ വെച്ച് അത് അറുത്ത് കളഞ്ഞിട്ട് ഒരു 3 മാസം ഇടാൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അന്ന് അവിടെ വെച്ച് എനിക്ക് ആരുമില്ല, ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുക. ആ ഒരു ബുദ്ധി കൊണ്ട് ഞാനത് ഊരി കളഞ്ഞിട്ട് പിന്നെ പ്ലാസ്റ്റർ ചുറ്റി മുറിവെണ്ണയും ഒക്കെ മേടിച്ച് അവിടെ ഇരുന്ന് ചുറ്റി കൊണ്ട് നടന്ന് വീട്ടിൽ വന്നിട്ട് ഒരു പൊടിയും എനിക്ക് ഒക്കുന്നില്ല. 19-ാം തീയതി മോളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് നടക്കാനോ ഒന്നും ചെയ്യാനോ പറ്റാതെ ഞാൻ ചരിഞ്ഞ് വീഴക്കോ ഒക്കെ ആയിരുന്നു. ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പും തൈലവും പുരട്ടി എനിക്കത് പൂർണ്ണമായിട്ടും ഇപ്പം മാറിക്കിട്ടി. എനിക്ക് നടക്കാനൊന്നും അധികം പറ്റത്തില്ല, കാല് വെച്ചായിരുന്നു ഞാൻ നടക്കുന്നത്. അങ്ങനെ എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എൻ്റെ അസുഖങ്ങൾ മാറ്റി തന്നതിന് 1000 നന്ദി. പിന്നെ അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന അതാണ് എനിക്ക് തൊണ്ടയിൽ ഈ തൈറോയ്ഡ് മാറിക്കിട്ടിയത്. എത്രയും 1 വട്ടം കൊണ്ട് എനിക്കത് മാറിക്കിട്ടി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം മാസം തോറും ഞാൻ വരും. അന്ന് തൊട്ട് 1 മാസം മുടങ്ങാതെ വന്ന് പത്രം മേടിച്ച് ഞാൻ തൊഴിലുറപ്പ് സ്ഥലത്തും വീടുകളിലും എല്ലാം കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എല്ലാവർക്കും ഉപ്പും പിന്നെ തേനും മേടിച്ച് ഞാൻ വയ്യാത്ത കൊച്ചുങ്ങൾക്കും എല്ലാം കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ പൈസ ഒക്കെ കൊടുത്ത് ഞാൻ ഓരോരുത്തരെ സഹായിക്കും. എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് കഴിവത് ഉള്ളത് ഞാൻ ഓരോരുത്തർക്കും സഹായിച്ചിട്ടുണ്ട്. ഇനിയും അതിനെ കൂടുതൽ സഹായിക്കാൻ എന്നെ അമ്മ അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്നും പിന്നെ ബൈബിള് അരമണിക്കൂർ വായിക്കണമെന്നും പറഞ്ഞിരുന്നാലും ഞാനത് ഒരുപാട് സമയം ഇരുന്നങ്ങ് വായിക്കും. പിന്നെ വചന പുസ്തകമുണ്ട്, അത് വായിക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എപ്പോഴും കേൾക്കും. ഒരിച്ചിരി സമയം ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രാർത്ഥന കേട്ട് ഇരിക്കും. അങ്ങനെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരുപാട് നന്ദി. ഇനിയും മുന്നോട്ട് എനിക്ക് ഈ അമ്മയുടെ അടുത്ത് മുടങ്ങാതെ ഇങ്ങനെ മാസം തോറും വരണം എന്നാണ് എൻ്റെ മനസ്സിലാഗ്രഹം. അത് അമ്മ നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി. സമാധാനത്തോടെ പോവുക. നിൻ്റെ വ്യാധിയിൽ നിന്ന് മോചിതനായിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വചനമാണ്. സൗഖ്യം നൽകിയത് ഈശോയാണ്. ആ സൗഖ്യത്തിന് വാതിൽ തുറന്നു കൊടുത്തത് നമ്മുടെ വിശ്വാസമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ സഹോദരി പുഷ്പവല്ലി
പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്. നാം വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ഭയങ്ങളുമെല്ലാം ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. അവിടുത്തെ ദിവ്യ സ്പർശനത്താൽ നമ്മെ സുഖപ്പെടുത്തുകയാണ്. പുഷ്പവല്ലി എന്ന സഹോദരിയെ 17 വർഷത്തോളം ഉണ്ടായിരുന്ന തൈറോയിഡ് എന്ന അസുഖം പല പ്രാവശ്യം മരുന്ന് കഴിച്ചിട്ടും വീണ്ടും വീണ്ടും കഴിക്കേണ്ടി വന്നു. പിന്നീടാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാറിക്കിട്ടുകയാണ്. ഈ മകൾ പറഞ്ഞത്, വീണ്ടും ഞാൻ മരുന്നെടുത്തു, പക്ഷെങ്കിൽ ആ മരുന്ന് എനിക്ക് പിടിക്കുന്നില്ലായിരുന്നു. പിന്നീട് വീണ്ടും ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് തൈറോയ്ഡ് പൂർണ്ണമായിട്ടും മാറിയെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇവിടെ ഈശോയുടെയും അമ്മയുടെയും വലിയൊരു അനുഗ്രഹമാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ നടന്നത്. കാരണം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സൈത്ത് തേച്ച് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാൽ ഇത്രയും വർഷമായിട്ട്, അതായത് 17 വർഷം ഉണ്ടായിരുന്ന തൈറോയ്ഡ് എന്ന അസുഖമാണ് ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ മകൾ ഇന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ വന്നിരിക്കുന്നത്. ഇത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയായിട്ടാണ് പുഷ്പവല്ലി എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീടുണ്ടായിരുന്നത് 7 വർഷമായിട്ട് കാലിലുണ്ടായിരുന്ന തേയ്മാനമായിരുന്നു. അതും ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് 7 വർഷമായിട്ടുണ്ടായിരുന്ന കാലിൻ്റെ തേയ്മാനമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ കൃപയാൽ ഈ സഹോദരിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടത്. അതും ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് നന്ദി പറയുന്നതുകൊണ്ടാണ് നമ്മുടെ സന്നിധിയിൽ നിൽക്കുന്നത്. വീണ്ടും അതുപോലെ തന്നെ കാലിൻ്റെ പാദത്തിലുണ്ടായിരുന്ന പൊട്ടലായിരുന്നു. അത് 3 മാസം ഡോക്ടേഴ്സ് പ്ലാസ്റ്റർ ഇട്ട് റെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അമ്മയ്ക്ക് നല്ല വിശ്വാസമാണ്, ഈശോയും അമ്മയും കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം. പിന്നെ പെട്ടെന്ന് മകൾ അസുഖമായപ്പോൾ, വേറെ ആരും മകളിനെ സഹായിക്കാനായിട്ടില്ലാതായപ്പോൾ ഈ സഹോദരി ആ പ്ലാസ്റ്റർ സ്വയം മാറ്റി 11 ദിവസം കൊണ്ട് മാറ്റി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കാലിൻ്റെ പൊട്ടലും അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ, മകളെ നിൻ്റെ വിശ്വാസം സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞ വചനമാണ് ഈ മകളുടെ ഈ സഹോദരി പുഷ്പവല്ലിയുടെ ജീവിതത്തിലും. സഹോദരിയുടെ വിശ്വാസമാണ് ഈ സഹോദരി ഒരുപക്ഷെ സുഖപ്പെടുത്തിയത്. എത്രയും പെട്ടെന്ന് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന രോഗങ്ങളാണ് 17 വർഷവും 7 വർഷവും ഒക്കെ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, എത്ര വർഷമായാലും അമ്മയുടെ മുന്നിൽ വരുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സമാധാനത്തോടെയാണ് നാം തിരിച്ചു പോകുന്നത്. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി സമാധാനത്തോടെ പോവുക, നിൻ്റെ വ്യാധിയിൽ നിന്ന് മോചിതയായിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അതാണ് നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കാം ഈ ആലയത്തിൽ ഈ സന്നിധിയിൽ വന്നത്, പക്ഷെങ്കിൽ അമ്മ പറയുന്നത് സമാധാനത്തോടെ പോവുക എന്നാണ്. കാരണം അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഈശോയുടെ ദൈവവിശ്വാസം ദൈവ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ആ ദൈവ സാന്നിധ്യമാണ്. ഉടമ്പടി എന്നത് ദൈവ സാന്നിധ്യമാണ്. ആ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ സന്നിധിയിൽ നമ്മൾ ആകുവാനും ദൈവത്തിൻ്റെ ആ പ്രസൻസിൽ ജീവിക്കുവാനും ആ സാന്നിധ്യം മനസ്സിലാക്കുവാനും സാധിക്കുമെന്നുള്ളതാണ് ഉടമ്പടി മറ്റു മക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഉടമ്പടിയിൽ നമുക്കും ആ ദിവ്യ സ്പർശനം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പുഷ്പവല്ലിക്കും കുടുംബത്തിന് പ്രത്യേകിച്ചും പുഷ്പവല്ലിക്ക് ലഭിച്ച ഈ രോഗസൗഖ്യങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.